ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബസ്മതി റൈസ് അതുപോലെ തന്നെ ബോയിലിങ്ങും പാക്കിങ്ങും ഒക്കെ കാണാനായിട്ട് നമുക്ക് ഈ ഫാക്ടറിയിൽ നമുക്കൊരു അവസരം കിട്ടി. तेल निकालने की ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെ യാത്രാ പരമ്പരയുടെ 3-ാം ദിവസമായി ഇന്ന് ഞങ്ങൾ ഹരിയാനയിലെ കർണാലിൽ തന്നെയാണുള്ളത്. കർണാലിലെ ബസ്മതി റൈസിൻ്റെ നെൽപ്പാടങ്ങളും ബസ്മതി റൈസിൻ്റെ ഫാക്ടറിയിലെ കാഴ്ചകളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് കടുകിൻ്റെ പാടമാണ്. ഈ റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് ബസ്മതി റൈസിൻ്റെ പാടം. ഇതാണ് കടുകിൻ്റെ ഒരു സ്ട്രിപ്പ്. അത് നമ്മൾ എടുത്ത് ഒന്ന് നെടുകയൊന്ന് മുറിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ കാണുന്നത് പച്ച കളറിലുള്ള കടുകാണ്. ഇത് ഇപ്പോൾ പാകമായിട്ടില്ല. കുറച്ച് ദിവസത്തിന് ശേഷം ഇത് ഒന്നുകൂടി ഒന്ന് പാകമാകുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കളറായ ബ്ലാക്ക് കളറിലേക്ക് വരുന്നത്. फसलों के लिए और ये जो है ये सरसों है ना, सरसों अभी बड़ा नहीं हुआ, सरसों अभी पक्का नहीं हुआ ना, थोड़ा टाइम लगेगा. इसमें टाइम लगेगा. कितना दिन चाहिए इसके लिए इस सरसों में? ये सरसों तेल निकलेगा इससे. हाँ, तेल निकालने के लिए वो भी सरसों में निकलेगा. കടുക് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ അവിടെ കണ്ടു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബസ്മതി റൈസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാനയിലെ കർണാലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ലോകത്തിൽ തന്നെ ബസ്മതി റൈസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 60% ഹരിയാനയിൽ തന്നെയാണ്. കർണാൽ ഒരു പ്രധാന ഉൽപ്പാദന കേന്ദ്രമാണ്. ഏറ്റവും കൂടുതൽ അരിയുടെ ഫാക്ടറി ഉള്ളതും കർണാലിലാണ്. ബസ്മതി റൈസ് പ്രധാനമായും 3 തരമാണ്: വൈറ്റ് സെല്ല, ഗോൾഡൻ സെല്ല ആൻഡ് സ്റ്റീം റൈസ്. വൈറ്റ് സെല്ല, ഗോൾഡൻ സെല്ല ഇവ രണ്ടും ബോയിൽഡ് റൈസാണ്. തവിട് പൂർണ്ണമായും കളഞ്ഞിട്ടുള്ളതാണ് വൈറ്റ് സെല്ല. അതേസമയം തവിട് പൂർണ്ണമായും കളയാത്തതാണ് ഗോൾഡൻ സെല്ല. ഗോൾഡൻ സെല്ല നമ്മുടെ നാട്ടിൽ സാധാരണയായി കുഴിമന്തിക്കാണ് ഉപയോഗിക്കാറ്. 3ാമത്തെ ഇനമാണ് സ്റ്റീം റൈസ്. സ്റ്റീം റൈസ് എന്ന് പറഞ്ഞാൽ റൈസ് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. ബോയിൽഡ് റൈസും സ്റ്റീം റൈസും അങ്ങനെ 2 തരം റൈസുകളാണ് മെയിനായിട്ടും ഉള്ളത്. ബസ്മതി റൈസാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. ബസ്മതി റൈസിൻ്റെ ലോങ് ഗ്രെയിനിൽ ഏറ്റവും മുന്തിയ ഇനമാണ് 1121. 1121 ഹരിയാനയിലും പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങളിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് ലഭ്യമാകുന്നത്. ബിരിയാണിക്ക് ഏറ്റവും നല്ല ലോങ് റൈസിൽ ബിരിയാണി വയ്ക്കാൻ ഏറ്റവും നല്ല ഇനമാണ് ഈ പറയുന്ന വൈറ്റ് സെല്ലയിലെയും സ്റ്റീം റൈസിൻ്റെയും 1121. അപ്പോൾ നമ്മൾ ഇനി ബിരിയാണി വയ്ക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കഴിക്കാൻ 1121 അരി തന്നെ വാങ്ങിച്ച് വയ്ക്കുവാൻ ശ്രമിക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ബ്രാൻഡ് ബസ്മതി റൈസിൻ്റെയും ഫാക്ടറി കർണാലിലാണ്. കർണാലിലെ ഒരു പ്രധാന ബസ്മതി റൈസിൻ്റെ ഫാക്ടറിയായ ഡബിൾ ചാബിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബസ്മതി റൈസിൻ്റെ ഒരു ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബസ്മതി റൈസ് മില്ലിംഗ്, ഗ്രേഡിംഗ്, അതുപോലെ തന്നെ ബോയിലിംഗ് തുടങ്ങിയിട്ടുള്ള അതിനുശേഷമുള്ള പാക്കിംഗ് ഇതെല്ലാം നടക്കുന്ന ഒരു വലിയൊരു ഫാക്ടറിയുടെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഫാക്ടറിക്കുള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. മാർക്കറ്റിൽ നിന്നും കർഷകരിൽ നിന്നുമെല്ലാം കളക്ട് ചെയ്തിരിക്കുന്ന നെല്ലാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത് ഫാക്ടറിക്ക് മുന്നിൽ. ഫാക്ടറിയുടെ മില്ലിംഗ് പ്രോസസ്സ് നടക്കുന്ന ഭാഗത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്.
നെല്ലിൽ നിന്ന് വലിയ കല്ലുകൾ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അരിയുടെ ബോയിലിംഗ് സെക്ഷനാണിത്. വൈറ്റ് ബസ്മതി റൈസും വൈറ്റ് സെല്ലയുടെയും ഗോൾഡൻ സെല്ലയുടെയും ബോയിലിംഗ് യൂണിറ്റാണിത്. കാണാൻ പറ്റുന്നുണ്ട്. അതെ. അരിയുടെ ബോയിലിങ്ങിന് ശേഷം ഗ്രേഡിംഗ് പാക്കിംഗ് സെക്ഷനിലേക്ക് വരുന്നു. ഇവിടെയാണ് ഗ്രേഡിങ്ങും പാക്കിങ്ങും ഒക്കെ നടക്കുന്നത്. broken അരിയിലുള്ള ചെറിയ കല്ലും പൊടികളുമെല്ലാം നീക്കം ചെയ്യുന്ന ഒരു മെഷീനാണിത്, ഡീസ്റ്റോണർ. ഇവിടെ നിന്നും അരിയിലുള്ള എല്ലാ മറ്റ് പൊടികളുമെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഗ്രേഡിങ്ങിലേക്ക് പോകും. ഗ്രേഡിംഗ് മെഷീനാണ് നമ്മൾ ഗ്രേഡിംഗ് നടക്കുന്ന മെഷീനാണിത്. കാതടപ്പിക്കുന്ന സൗണ്ടാണ്. അപ്പോൾ കാര്യങ്ങൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഗ്രേഡിംഗ് മെഷീനാണ്. ഗ്രേഡിങ്ങിൽ അരിയുടെ വലിപ്പമനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നീക്കം ചെയ്തതിന് ശേഷം നല്ല അരി മാത്രമായി സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ഒരു ഗ്രേഡിംഗ് സെക്ഷനാണിത്. ഇവിടെയാണ് ഫൈനലായി പാക്ക് ചെയ്യുന്ന സ്ഥലം. അരിയുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് വലിയ പാക്കറ്റുകളായി പാക്ക് ചെയ്യുന്നത്. 1 കിലോ 2 കിലോ പാക്കറ്റുകൾ പാക്ക് ചെയ്യുന്ന ഒരു വേറെ സെക്ഷനുണ്ട്. പക്ഷേ അതിപ്പോൾ പ്രവർത്തനമല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ബസ്മതി റൈസിൻ്റെ ഫാക്ടറിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായി ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹോൾഡ് എ ടിക്കറ്റ്.